ഈ തണുത്ത കാലാവസ്ഥയിൽ ഞാനും വൈദൂട്ടിയും തൊണ്ടവേദനയും ജലദോഷവും കാരണം കുറച്ച് ദിവസമായി ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. കുറച്ച് ദിവസം കൊണ്ട് തന്നെ വീട് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയായിന്. അപ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും നല്ല വൃത്തിയാകാനും ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തി. അതൊരു മാജിക്കൽ വെള്ളമാണ്. അപ്പോൾ തറ തുടക്കുന്നതിന് മുന്നേ അടിച്ചു വാരണമല്ലോ. അപ്പോൾ വൈദൂട്ടിയും മാച്ചിയും കാട്ടൻകുരി എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും അടിച്ചു വാരിയാൽ എവിടെയെങ്കിലും ആയിട്ട് പൊടിയോ ഒഴുക്കും ഉണ്ടാവും. ഞാനിതാ സോഫയൊക്കെ നീറ്റാക്കി ഹാളിലാണ് ആദ്യം തന്നെ അടിച്ചു വാരുന്നത്. പിന്നെ ഹാളിൽ TV യൂണിറ്റിൻ്റെ അവിടെ ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് അതിൽ ഞാനൊരു മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചു. ഇനി കിച്ചണിലെ കൗണ്ടർ ടോപ്പാണ് വൃത്തിയാക്കുന്നത്. അതിനായിട്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ ഗ്ലാസ് ക്ലീനറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ അതിൽ 1 രൂപയുടെ ഷാമ്പു കൂടി മിക്സ് ചെയ്തിന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ചെയ്തത്. കൂടെ തന്നെ ഡൈനിങ് ടേബിളും ചെയറും കൂടെ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു മാജിക്കൽ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കിയാലോ. ഇത് ഡെയിലി ക്ലീനിങ് ഒന്നും ഉപയോഗിക്കണ്ട കേട്ടോ. മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യുമ്പോഴും ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്തോ നന്നായി അഴുക്ക് വന്ന സമയത്തോ ഈ ഒരു മാജിക്കൽ വെള്ളം കൊണ്ട് തറ തുടക്കുകയാണെങ്കിൽ വെട്ടിത്തിളങ്ങും. അതിനായി ഒരു ബക്കറ്റിൽ തറ തുടക്കാൻ ആവശ്യമായ വെള്ളം എടുക്കുക. 1/2 ടീസ്പൂൺ പൊടിയുപ്പും അല്പം വിനാഗിരിയും പാത്രം കഴുകുന്ന ഏതെങ്കിലും ലിക്വിഡ് ഒഴിക്കുക. വേണമെങ്കിൽ സ്മെല്ലിന് കംഫർട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം മോപ്പ് ഉപയോഗിച്ച് എല്ലാം ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, ഉപ്പൊക്കെ ചേർത്ത് തറ തുടക്കാമോ, തിളക്കം നഷ്ടപ്പെടുമോ, അങ്ങനെയെല്ലാം തോന്നുന്നുണ്ടാവും. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ഞാനിവിടെ ഒരുപാട് വെള്ളത്തിൽ, അതായത് കൂടുതൽ വെള്ളത്തിൽ കുറച്ചല്ലേ ചേർക്കുന്നുള്ളൂ, എന്നാൽ നല്ല റിസൾട്ടും കിട്ടും. മാത്രമല്ല ഉറുമ്പും പാറ്റിയൊന്നും ആ പരിസരത്തേ ഉണ്ടാകില്ല. സത്യം പറഞ്ഞ ഇതിലും മാജിക്കൽ വെള്ളം തന്നെയാണ്. പുറത്തു നിന്ന് നമ്മളിപ്പോൾ ഒരുപാട് ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാറില്ലേ, അപ്പോൾ അതിലൊക്കെ ഒരുപാട് കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിലൊന്നും ഒന്നുമില്ല. കാരണം വിനാഗിരിയും ഉപ്പും വിം ജെല്ലും എല്ലാം ചെറിയ അളവിലല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ മാർബിളിലായാലും ഇതിൻ്റെ പോളിഷ് പോകുമെന്ന പേടിയൊന്നും വേണ്ട. കഴിഞ്ഞ വീഡിയോയിൽ ഔസ ചേച്ചി കമൻറ്റ് ഇട്ടിരുന്നു ഡീപ്പ് ക്ലീൻ വീഡിയോ ഒക്കെ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ ചുമയും ജലദോഷമൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. കാരണം പൊടിയൊക്കെ പാറുമ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിലെ അസുഖങ്ങൾ പെട്ടെന്നൊന്നും മാറുന്നില്ല. പിന്നെ ഒരു ഉണ്ണിയേട്ടൻ കമൻറ്റ് ഇട്ടിരുന്നു ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നവർക്ക് ഡെയിലി ക്ലീനിങ് ഒക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവർക്ക് ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യാലോ. നൗഷാദിക്ക ഗ്ലാസ് ക്ലീനർ എന്താണെന്ന് ചോദിച്ചിരുന്നു. ഇതാണ് ആ പ്രൊഡക്റ്റ്. മൈ ലൈഫ് ബിസിനസ് ചെയ്യുന്ന എല്ലാവരുടെയും കയ്യിൽ ഈ പ്രൊഡക്റ്റ് കിട്ടും. 90 രൂപയാണ് വിലയുള്ളൂ. ഇനി അടുക്കളയിൽ ഉപയോഗിക്കുന്ന കിച്ചൺ ടൗലൊക്കെ ഇല്ലേ, അതിൽ എപ്പോഴെങ്കിലും വഴുവഴുപ്പും സ്മെല്ലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതൊക്കെ മാറ്റി നല്ല ക്ലീൻ ആക്കി എടുക്കാനൊരു ടിപ്പാണ് ഞാനിവിടെ പറയുന്നത്. ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും സർഫ് പൊടിയും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ഈ തുണികളൊക്കെ കുതിർത്ത് വയ്ക്കുക. ആ വെള്ളം തണിഞ്ഞു വന്നതിന് ശേഷം അലക്ക് കല്ലിലാണെങ്കിൽ അതൊന്ന് ഉരച്ചാൽ മാത്രം മതി. അതിനൊന്നും സമയമില്ലാത്തവർ ഒന്ന് ഉലുമ്പി എടുത്താലും മതി. പിന്നെ കരിമ്പം കുത്തിയ തുണികളാണെങ്കിൽ അതൊന്നും ഇതിനെ കൊണ്ട് മാറില്ല. പക്ഷേ തുണിയിൽ എന്തെങ്കിലും ബാക്ടീരിയയോ സ്മെല്ലോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും, നല്ല നീറ്റായിട്ട് കിട്ടും. നമുക്കിപ്പോൾ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കൽ മാത്രമല്ലല്ലോ, ക്ലീനിങ് വലിയൊരു ഘടകം തന്നെയല്ലേ. അപ്പോൾ സമയക്കുറവുള്ളവർക്ക് ഒരുപാട് സമയമൊന്നും ക്ലീനിങ്ങിനായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ ദിവസം ഇവിടെ കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ ഒരു ചേട്ടൻ വന്നിരുന്നു. വെറും 10 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയതാണിത്. ഇത് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറാണ്. ആദ്യം കണ്ട എനിക്ക് തന്നെ അതിശയം തോന്നി. ഇത്രയും ചെറിയ വിലയ്ക്ക് ഇങ്ങനെയൊരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനത് 2 എണ്ണം വാങ്ങിച്ചു. നിങ്ങളിത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റായി അറിയിക്കണേ. പണ്ടൊക്കെ ഞാൻ പാത്രം കഴുകാൻ ഒരു പാത്രത്തിൽ വിം ജെൽ എടുത്ത് ഇടയ്ക്കിടെ അതിൽ മുക്കി പാത്രത്തിൽ ഉരിക്കാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ കുറേ വെള്ളത്തിൽ കുറച്ച് വിം ജെൽ എടുത്ത് പതപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ പാത്രങ്ങൾ എനിക്ക് കഴുകാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ? നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യാറ്? ഒന്ന് കമൻറ്റായി അറിയിക്കോ. അമ്മൻ സോവ എന്ന സബ്സ്ക്രൈബർ രാവിലെ തന്നെ വീഡിയോ കണ്ടു, അടിപൊളിയാണ്, ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടി, ഇനിയും മോട്ടിവേഷനും വീഡിയോസൊക്കെ ഇടണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും കേട്ടോ. ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.